അനന്തപദത്തിൻ്റെ ആദ്യത്തെ വീഡിയോ കൊടുങ്ങല്ലൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിനെ കുറിച്ചാണ്. ഞാനിപ്പോൾ ഉള്ളത് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലാണേ. പാർക്കിങ്ങിൻ്റെ അവിടെ നിന്നപ്പോൾ തന്നെ ഞാൻ കണ്ടത് കുറേ സ്റ്റാളുകളാണ്. ഞാൻ നേരെ അങ്ങോട്ടേക്കാണ് കേട്ടോ ഓടിയത്. എനിക്കെന്താ ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വരും. നമ്മുടെ ചെറുപ്പകാലത്ത് ഉത്സവപ്പറമ്പിലൊക്കെ ചെല്ലുമ്പം നമ്മൾ ആദ്യം പോകുന്നത് ഇവിടേക്കാണല്ലോ. എന്തായാലും ദേവിയെ കണ്ട് ദർശനം നടത്താനുള്ള തിരക്കിൽ ഞാൻ നേരെ അമ്പലത്തിനകത്തേക്ക് പ്രവേശിച്ചു. വടക്കേ നടയിൽ കൂടിയാണ് അമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കുക. വലിയ നടപ്പന്തലും കഴിഞ്ഞിട്ടാണ് കേട്ടോ അമ്പലം. കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ അമ്പലമുറ്റം നിറയെ ആൽത്തറകളാണ്. ഓരോ ആൽത്തറയ്ക്കും ഓരോ അവകാശികളുണ്ട്. ഭരണിനാളിൽ ഈ ആൽത്തറയിൽ മറ്റാർക്കും തൊടാനോ കയറാനോ സാധിക്കില്ലത്രേ. നടപ്പുരയെ തിരക്ക് കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം 4 മണിക്കാണ് കേട്ടോ അവിടെ നട തുറക്കുക. ഞാൻ ഏകദേശം 4 മണിക്ക് മുന്നേ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ തിരക്കില്ലാതെ ദേവിയെ കണ്ട് തൊഴുത് ഇറങ്ങാൻ എനിക്ക് സാധിച്ചു. ദേവിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ മനസ്സിൽ തോന്നുന്ന ഒരു സന്തോഷവും സമാധാനവും സങ്കടവും അതെന്തൊക്കെയാണെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. അതൊരു തവണയെങ്കിലും ഇവിടെ വന്നിട്ടുള്ളവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന കോഴിക്കല്ല് കാണുക എന്നുള്ളതായിരുന്നു. നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് കണ്ടിട്ടുണ്ടല്ലോ ഭരണിയുടെ വീഡിയോയിൽ. ഭക്തജനങ്ങൾ ചുമന്ന പട്ടുകൊണ്ട് മൂടുന്ന ഒരു സ്ഥലം, അതാണ് കേട്ടോ എൻ്റെ മുമ്പിലുള്ളത്. എനിക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര ആകാംക്ഷയും അത്ഭുതവും ഒക്കെ ആയിരുന്നു. ഞാൻ കുറേ നേരം അതിൻ്റെ മുന്നിൽ തന്നെ ഇങ്ങനെ നിന്നു. അവിടെ നിന്ന് നടന്ന് എനിക്ക് പിന്നെ പോകേണ്ടത് ക്ഷേത്രപാലകൻ്റെ നടുമുറ്റത്തേക്കാണ് കേട്ടോ. കിഴക്ക് വശത്താണേ അത്. ക്ഷേത്ര കൗണ്ടറിൻ്റെ മുന്നിലൊക്കെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അമ്പലത്തിൻ്റെ മുറ്റത്തോടെ ഇങ്ങനെ നടക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ 2ാമത്തെ തവണയാണ് ഈ അമ്പലത്തിൽ വരുന്നത്. ആദ്യത്തെ തവണ വന്നപ്പോൾ എനിക്കിതുപോലെ കുറേ നേരം തൊഴാനൊന്നും എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ക്ഷേത്ര കൗണ്ടറിൻ്റെ മുന്നിലൊക്കെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു പ്രസാദം വാങ്ങിക്കാനൊക്കെ ആയിട്ട്. തിരക്ക് അവിടെ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ദീപാരാധനയ്ക്കുള്ള ആളുകളായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രായമായവരും കൊച്ചുകുട്ടികളും ചേച്ചിമാരും അടക്കം ഒത്തിരി ആളുകളുണ്ടായിരുന്നു കേട്ടോ അവിടെ. അവിടുന്ന് ഞാൻ നേരെ പോയത് വസൂരിമാലാദേവിയുടെ മുന്നിലേക്കാണേ. അവിടെ മഞ്ഞൾപ്പൊടി ആടിക്കൽ എന്നൊരു ചടങ്ങാണ് നടക്കുന്നത്. ഇത് രോഗമുക്തിക്ക് ആയിട്ടാണ് കേട്ടോ ആ വഴിപാട് അവിടെ നടക്കുന്നത്. എനിക്കിതൊക്കെ ഭയങ്കര അത്ഭുതവും അതിശയവും ഒക്കെ ആയിരുന്നു. രണ്ടാമത്തെ പ്രദർശനത്തിലാണ് എനിക്ക് തവിടുമുത്തിയ ദർശനം നടത്താൻ സാധിച്ചത്. ഞാൻ ആദ്യം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരുപാട് ഭക്തന്മാരുടെ തിരക്കായിരുന്നു. എനിക്കത് കാരണം കൊണ്ട് അതെന്താണെന്നൊന്ന് മനസ്സിലാക്കാനോ അത് തന്നെ ഒന്ന് തൊഴാനോ ഒരു സമാധാനമായിട്ട് അവിടെ നിൽക്കാനോ എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. തവിട് തലക്കുഴിഞ്ഞ് പ്രതിഷ്ഠയിൽ ഇടുക എന്നുള്ളതാണ് കേട്ടോ അവിടുത്തെ വഴിപാട്. കഴിഞ്ഞ തവണ വന്നപ്പോഴും ഞാൻ ഇവിടെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നേരം എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഇതിൻ്റെ ഐതിഹ്യമോ എന്താണെന്നൊന്നും എനിക്ക് അറിയുണ്ടായിരുന്നില്ല. വൈകുന്നേരം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അമ്പലത്തിൽ. കിഴക്കേ നടയിൽ ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ആൽത്തറയില്ലേ, ഈ ആൽത്തറയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ. ഭരണി നാളിൽ കാവുതീണ്ടൽ വിളംബരം നടത്തുന്നത് ഈ ആൽത്തറയിൽ വെച്ചിട്ടാണ്. ഈ അമ്പലത്തിൻ്റെ ഇപ്പോഴുള്ള അവകാശിയാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളും ഒക്കെയുള്ള ഒരു വലിയ ക്ഷേത്രമാണ് നമ്മുടെ ഈ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം. അവിടുന്ന് ഞാൻ നേരെ മുന്നോട്ട് നടന്നു. പിന്നെ എനിക്ക് കാണേണ്ടത് പടിഞ്ഞാറൻ നടയിലുള്ള അമ്പലക്കുളമായിരുന്നു കേട്ടോ. ഞാൻ അമ്പലക്കുളത്തിൻ്റെ ഭാഗത്തേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വസൂരിമാലാദേവിയുടെ മുന്നിലൂടെ പടിഞ്ഞാറൻ നടയിലെ അമ്പലക്കുളത്തിൻ്റെ മുന്നിലേക്കാണ് കേട്ടോ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ അമ്പലക്കുളമാണ് ഇവിടെ. ഈ അമ്പലക്കുളത്തിന് ഒരുപാട് കഥകൾ പറയാനുണ്ട്. പണ്ടൊക്കെ ഭരണി കഴിഞ്ഞ് അമ്പലക്കുളം ക്ലീൻ ചെയ്യുമ്പോൾ മൃതദേഹങ്ങൾ വരെ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്തായാലും ഇപ്പം അങ്ങനെയൊന്നും ഇല്ലല്ലോ. എനിക്കെന്തായാലും തിരിച്ചു പോകാനുള്ള സമയമായി. മൂവാറ്റുപുഴ വരെ ചെല്ലണേ.
വെടി പൊട്ടുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. വെടി പൊട്ടുന്ന ഒച്ച കേട്ടിട്ടാണ് കേട്ടോ ഞാൻ ചെവി പൊത്തിയത്. എനിക്കെന്താ വെടിക്കെട്ട് സൗണ്ടൊക്കെ പണ്ട് മുതലേ ഭയങ്കര പേടിയാണ്. എൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണേ. ആദ്യത്തെ വീഡിയോ ആയത് കാരണം കുറച്ച് തെറ്റുകളൊക്കെ ഉണ്ടാവും. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് ഞാൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി.